ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഡിപ്രഷൻ, അതുപോലെ തന്നെ സ്ട്രെസ് തുടങ്ങിയ കാര്യങ്ങൾ. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും തന്നെ ഈ ഡിപ്രഷൻ, സ്ട്രെസ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാലത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇമോഷണൽ ഇൻ്റലിജൻസ്. എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ്? വൈകാരികമായിട്ട് നമ്മൾ നിയന്ത്രണ വിധേയമാവുക, നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുക. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഇന്ന് മനുഷ്യരിൽ നമുക്ക് കാണാൻ കഴിയുന്ന വേറൊരു കാര്യം, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ 7-8 വർഷം പ്രണയിച്ച് നടന്ന വ്യക്തികൾ വിതിൻ 1 ഇയർ അവരുടെ വൈവാഹിക ബന്ധം വേർപെടുത്തുന്നു, ഡിവേഴ്സൽ ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്നു. അത് വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം? ഇവിടെ എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ഇന്നർ വൂൺസ് ആണ്, മാനസികമായിട്ടുള്ള മുറിവുകൾ. നമ്മളിൽ ഏതെങ്കിലും രീതിയിലുള്ള മാനസികമായിട്ടുള്ള വൂൺസുകൾ അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ഇന്നർ ചൈൽഡിൻ്റെ ആവശ്യകത നമുക്കൊരു പക്ഷേ ഒരിക്കലും അത് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. അതൊരു ട്രോമയായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സേവ് ചെയ്യപ്പെട്ട് കിടക്കുകയായിരിക്കും. അവനവന് പോലും അത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും നമ്മുടെ ഉള്ളിൽ അത് സേവായി കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് അനുസരിച്ച് പല സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ട്. അപ്പോൾ ഈ വൈവാഹിക ബന്ധത്തിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ചൈൽഡ് ഈഗോ ആയിരിക്കാം. ആ ചൈൽഡ് ഈഗോ എന്ന് പറയുമ്പോൾ എന്താണ്? കുട്ടിത്തം. ശരീരം വളരുന്നു, മനസ്സ് ചെറുപ്പമായിട്ടിരിക്കുന്നു. 10 വയസ്സുകാരനായിട്ട് അല്ലെങ്കിൽ 10 വയസ്സുകാരിയായിട്ട് തന്നെ നിൽക്കുന്നു. ആ ചൈൽഡ് ഈഗോയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഇനി പേരന്റ് ഈഗോയിലുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുമ്പോൾ എന്താണ് പേരന്റ് ഈഗോ എന്ന് പറയുന്നത്? കുട്ടിക്കാലത്ത് തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരാൾ. അച്ഛൻ മരിച്ചതിന് ശേഷം വീടിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ അദ്ദേഹമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇങ്ങനെ എപ്പോഴും എല്ലാവരും ഉപദേശിക്കുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ ചൈൽഡ് ഈഗോയിൽ നിൽക്കുന്ന വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ്? പാമ്പർ ചെയ്യപ്പെടുക. പേരന്റ് ഈഗോയിൽ നിൽക്കുന്ന വ്യക്തി എപ്പോഴും ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ രണ്ടുപേരുടെയും ഭാഷ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ എന്തുണ്ടാകുന്നു? ആ റിലേഷൻ ബ്രേക്ക് ആയി പോകുന്നു, അല്ലേ? ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണ്? അഡ്ജസ്റ്റ്മെന്റ്. സത്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ആണോ നമുക്ക് വേണ്ടത്? ഒരിക്കലുമല്ല. അണ്ടർസ്റ്റാൻഡിങ് ആണ്. പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത്. അണ്ടർസ്റ്റാൻഡിങ്. എന്ത് മനസ്സിലാക്കാനുള്ള കഴിവ്? അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനുള്ള കഴിവ്. ചൈൽഡ് ഈഗോയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ പാമ്പറിങ് ആവശ്യപ്പെടുമ്പോൾ അയാളുടെ ഭാഷ പേരന്റ് ഈഗോയിൽ നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ പാമ്പർ ചെയ്യൂ അല്ലെങ്കിൽ എന്നെ ലാളിക്കൂ എന്ന് ഒരാൾ പറയുമ്പോൾ മറ്റേ ആൾ, അല്ലേ, പാർട്ണർ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരുടെയും ഭാഷ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. ഭാഷ എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ഭാഷ, ദാറ്റ് ഈസ് ഇമോഷൻസ്, അല്ലേ? ഇമോഷണൽ സ്റ്റേറ്റിനെ മനസ്സിലാക്കാൻ പറ്റാതെ വരിക. സത്യത്തിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഘടകം, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനുണ്ടാകാം. നമ്മളിനിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റാതെ വരിക, നമ്മുടെ ആ ഒരു സൊസൈറ്റിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയാതെ വരിക, എല്ലായിടത്തും തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിയെടുക്കേണ്ട ഒരു ഘടകമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം, ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ആദ്യത്തെ ഘട്ടം, ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ളവരായിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ? സെൽഫ് അവയർനെസ്. എന്താണ് സെൽഫ് അവയർനെസ്? സെൽഫ് അവയർനെസ് ആയിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയുക. അതായത് ഇന്ന്
വിവാഹബന്ധം വേർപ്പെടുത്തുന്നത് ആഘോഷമാക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതും ആഘോഷമാക്കുന്നവരുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പലരും ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഉള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ പുറമേ എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടാണ് മെജോറിറ്റി കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെയാണോ പോംവഴി? ഒരിക്കലുമല്ല. നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോംവഴി എന്ന് പറയുന്നത്, അല്ലേ? അതെങ്ങനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് അവയർനെസ് ആയിട്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയുക. ഇപ്പോൾ എനിക്കിങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, അല്ലേ? എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, വേണമെങ്കിൽ എൻ്റെ കൂടെ ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ആളുകൾ മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? വേണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാം. പക്ഷെ അതൊരു രീതിയിൽ നമുക്കൊരു ബന്ധത്തെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഒരിക്കലും കഴിയില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇങ്ങനെ ആയാൽ മതിയോ? എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയാൽ മതിയോ? ഞാൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? എൻ്റെ അമിതമായിട്ടുള്ള ദേഷ്യം കൊണ്ട് എൻ്റെ ബന്ധം വേർപ്പെടുത്തേണ്ടി വന്നു. എൻ്റെ അമിതമായ ദേഷ്യം കൊണ്ട് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. എൻ്റെ അമിതമായ ദേഷ്യം കൊണ്ട് എൻ്റെ കൂട്ടുകാരെ നഷ്ടപ്പെട്ടു. എൻ്റെ അമിതമായ ദേഷ്യം കൊണ്ട് പല പ്രശ്നങ്ങളും എനിക്കുണ്ടായി. അത് എന്നെ തന്നെ ഡാമേജ് ആക്കുന്നു, അല്ലെങ്കിൽ എന്നിൽ അത് രോഗങ്ങൾ വരെ സൃഷ്ടിക്കുന്നു, അല്ലേ? അതൊരു അവയർനെസ് ആണ്, സെൽഫ് അവയർനെസ് ആണ്. അതായത് നമ്മുടെ ഒരു വീക്ക്നെസ് മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ്, അതിനെയാണ് യഥാർത്ഥത്തിൽ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. ആ ഒരു സെൽഫ് അവയർനെസ്സിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പിന്നിട്ടു, അല്ലെങ്കിൽ 50% നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ടത് സെൽഫ് അവയർനെസ്സിലൂടെ, അതായത് നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ വീക്ക്നെസ് എന്താണ്, അല്ലെ? ഓരോന്നും അക്കമിട്ട് നിരത്തി എഴുതാൻ നമുക്ക് കഴിയണം. എന്റെ സ്ട്രെങ്ത് ഇതാണ്, അതുപോലെ എന്റെ വീക്ക്നെസ് ഇതാണ്, അല്ലെ? ചിലപ്പോൾ സ്ട്രെങ്ത് നമുക്ക് 10 സ്ട്രെങ്തുകൾ കാണും, ചിലപ്പോൾ നമുക്ക് ഒരേ ഒരു സ്ട്രെങ്ത് മാത്രമേ കാണുകയുള്ളൂ. വീക്ക്നെസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിരവധി വീക്ക്നെസ് നമുക്കുണ്ടാവും, അല്ലെ? സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു കാര്യമെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു കാര്യമെങ്കിലും സ്ട്രെങ്ത് ആയിട്ടില്ലാത്ത ആരും ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുവാനും അതിനെ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യുവാനും നമുക്ക് കഴിയുക എന്നുള്ളതാണ് സെൽഫ് അവയർനെസിന്റെ ആദ്യഘട്ടം. അതുപോലെ തന്നെ നമുക്കുള്ള വീക്ക്നെസ്സിനെ, എനിക്കിപ്പോൾ അമിതമായിട്ടുള്ള ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ അമിതമായിട്ടുള്ള അസൂയ വെച്ച് പുലർത്തുന്നു, അപ്പൊ അത് മനസ്സിലാക്കാൻ കഴിയുക. പിന്നെ ചില വീക്ക്നെസ്സുകൾ ആളുകൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, ഞാൻ കൂടുതൽ അങ്ങ് വെളുത്തുപോയി, അല്ലെങ്കിൽ കൂടുതൽ കറുത്തുപോയി, നീളം കൂടിപ്പോയി, നീളം കുറഞ്ഞു പോയി. ഇതൊന്നും ഒരു വീക്ക്നെസ് ആയിട്ട് പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിവിടെ ജീവിക്കുവാൻ കഴിയുന്ന രീതിയിലാണ് ദൈവം നമ്മളെ, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇവിടെ നമ്മൾക്കൊരു സ്പേസ് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനെ ആദ്യം അംഗീകരിക്കുവാൻ കഴിയണം. അല്ലാതെ വരുന്ന നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ്, അമിതമായ ദേഷ്യം, അമിതമായ നിരാശ, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയ തോന്നുക, ഇതൊക്കെ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ, ഇങ്ങനെയുള്ള സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കുണ്ട്, ഇങ്ങനെയുള്ള വീക്ക്നെസ് എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ, അവിടെ നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസിന്റെ 50% വിജയിച്ചു എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ആരാണെന്നുള്ളൊരു ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോൾ, വാട്ട് വി ഫീൽ വി ബിക്കം, അല്ലെ? നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് നമ്മളതായി തീരുന്നു. വാട്ട് വി ഫീൽ വി ബിക്കം. നമ്മളിപ്പോൾ എന്താണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ, അയ്യോ അപ്പുറത്തെ വീട്ടിലുള്ള ആള് നല്ല ഉയർച്ചയിലെത്തി, അല്ലെ, അതിനെക്കുറിച്ച് നിരന്തരമായിട്ട് അസൂയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്ത് ഫീലിലാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നമ്മൾ പോകുന്നത്? ജലസിലൂടെയാണ് കടന്നു പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒന്നിനോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല. ഒരുപാട് കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നു, പക്ഷെ അതേക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നതേ ഇല്ല. എപ്പോഴും നിരാശയിലാണ്, ഡിസപ്പോയിന്റഡ് ആണ്. അപ്പൊ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഫീൽ എന്താണ്? നിരാശയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കൂടി നമ്മളിപ്പോൾ ഒരു ഹാപ്പിനെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹാപ്പിയസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണെന്ന് കരുതുക. എന്ത് ഫീലാണ് നമ്മളുടെ ഉള്ളിലൂടെ പോകുന്നത്? അതെ, ഞാൻ ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഞാൻ ദുഃഖിതനാണ്, വളരെ സാഡായിട്ടിരിക്കുകയാണ്. ഇത് ദിവസത്തിന്റെ, നമുക്ക് 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ ബോധത്തോടെ നമ്മൾ ഇരിക്കുന്ന സമയങ്ങളിൽ, പല സമയങ്ങളിലായിട്ട്
പല സന്ദർഭങ്ങളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയണം? നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാൻ കഴിയണം. വാട്ട് വി ഫീൽ, വാട്ട് ഐ ഫീൽ, ഞാൻ എന്താണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നമ്മളാണ് എന്ന് മനസ്സിലാക്കുക. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെതായിട്ടുള്ളൊരു ഫീലിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അതായത് നമുക്കുള്ള ചെറുതും വലുതുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്, അതിൽ നന്ദിയുള്ളവരാവുക. അല്ലേ? നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു വാടക വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ വളരെ ചെറിയൊരു വീട്ടിലായിരിക്കാം. ആകട്ടെ, നമുക്ക് പാർക്കാൻ ഒരു വീടുണ്ടല്ലോ, അതിന് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൂടെ? ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൂടെ? അപ്പോൾ ആ ഫീൽ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് വരാൻ കഴിയണമെന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്. എന്താണ്? സെൽഫ് അവയർനെസ്. നാം നമ്മെ തന്നെ മനസ്സിലാക്കുക, നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്. ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾ 50% വിജയിച്ചു എന്നുള്ളതാണ്. ഓക്കെ, പിന്നീടാണ് നമ്മൾ അതിൻ്റെ പ്രിക്വേഷൻസ് എടുക്കുന്നത്. പ്രിക്വേഷൻസിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ്സിന് ശേഷം സെൽഫ് റെഗുലേഷൻ. എന്താണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്? റെഗുലേറ്റ് ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ? റെഗുലേറ്റർ, നമ്മുടെ ഫാനിൻ്റെ റെഗുലേറ്റർ അല്ലെങ്കിൽ ഫാനിൻ്റെ ഡിമ്മർ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ആ ഫാനിൻ്റെ അതിനെ നിയന്ത്രണത്തിലാക്കുക, അതിൻ്റെ സ്പീഡിനെ നമുക്ക് നിയന്ത്രണത്തിലാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ആ ഉപകരണം അല്ലെങ്കിൽ ആ എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത്, ഡിമ്മർ അല്ലെങ്കിൽ റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്കും നമ്മുടെ മെൻറ്റാലിറ്റിയിൽ ഒരു റെഗുലേറ്റർ ഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്തിനാണ്? നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ നമ്മുടെ നിരാശയെ നിയന്ത്രിക്കുക, നമ്മുടെ ജലസിനെ നിയന്ത്രിക്കുക. അപ്പോൾ ആ സെൽഫ് റെഗുലേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. ചിലപ്പോൾ ഇത് പറയാൻ എളുപ്പമാണ് എന്ന് ചിന്തിച്ചേക്കാം, പക്ഷേ ഇറ്റ് ഈസ് ഈസി. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ പറഞ്ഞ ആ സ്ട്രെങ്ത് അല്ലെങ്കിൽ വീക്ക്നെസ്, നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മളെക്കുറിച്ചൊരു അവബോധം നമുക്കുണ്ടായി കഴിഞ്ഞാൽ, പലപ്പോഴും നിനക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും അംഗീകരിക്കണമെന്നില്ല. അല്ല, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കണമെന്നില്ല. ചിലപ്പോൾ എൻ്റെ ഈഗോ അതിനെ അനുവദിക്കത്തില്ല. പക്ഷെ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുമ്പോൾ, ഇന്ന വീക്ക്നെസ് എനിക്കുണ്ട് എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അല്ലേ? എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുതൽ അത് ഞാൻ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ഞാൻ മുന്നിലുണ്ടാവും. ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം വേണ്ടത് അക്സെപ്റ്റൻസി തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ സെൽഫ് റെഗുലേഷനിലൂടെ നമുക്കതിനെ റെഗുലേറ്റ് ചെയ്യാൻ കഴിയും, അക്സെപ്റ്റൻസിയിലൂടെ. അത് മനസ്സിലാക്കുക. അപ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സെൽഫ് റെഗുലേഷനാണ്. ശേഷം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സെൽഫ് മോട്ടിവേഷൻ. എന്ത് കാര്യം നമുക്ക് വേണമെങ്കിലും നമുക്ക് സെൽഫായിട്ടുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവണം. പുറമേ നിന്ന് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടൊരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? അത് നമ്മളെ കുറച്ച് മുന്നോട്ട് നയിക്കും. അത് നമ്മളിപ്പോൾ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്ന സമയത്ത് മറ്റൊരാളിലൂടെ ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, എടാ നീ ഈ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവും, അല്ലെങ്കിൽ നിന്റെ ഡെസ്റ്റിനിയിലേക്ക് നിനക്ക് എത്തണമെങ്കിൽ ഇന്ന ഭാഗത്തൂടി പോകുന്നതായിരിക്കും നല്ലത്, ഇന്ന പ്ലാനുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നിന്റെ ഒരു പ്രശ്നം, ഒരു പ്രോബ്ലം പരിഹരിക്കണമെങ്കിൽ നീ ഇന്ന ആളെ പോയി കാണുക, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നീ ഒരു പ്ലാൻ തയ്യാറാക്കുക. നിനക്ക് തീർച്ചയായിട്ടും ഈ പ്രോബ്ലം മാറ്റുവാൻ കഴിയും. അല്ലെങ്കിൽ നിന്റെ ഈ ഹാബിറ്റ് മാറ്റണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ചെയ്യുക. തീർച്ചയായിട്ടും ദാറ്റ് ഈസ് എക്സ്റ്റേണൽ മോട്ടിവേഷൻ. അത് തീർച്ചയായിട്ടും നമ്മളെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനും എക്സ്റ്റേണലി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ സ്വയം അത് ഇൻസ്പയർഡ് ആയിട്ട് അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദാറ്റ് ഈസ് സെൽഫ് മോട്ടിവേഷൻ. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, ഇൻസ്പയർ ആവുന്നതാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ സ്വയം ഇൻസ്പിറേഷനിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ലോകത്തിലെ ഏറ്റവും എന്താ പറയുക, വിദഗ്ധനായിട്ടുള്ളൊരു മുങ്ങൽ വിദഗ്ധൻ അല്ലെങ്കിൽ സ്വിമ്മർ, അദ്ദേഹം നല്ലൊരു പുസ്തകം എഴുതുകയാണ്. 500-1000 പേജുള്ള ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1000 പേജ് നമ്മൾ കവർ ചെയ്തു. എന്നിട്ട് പോയി നമ്മൾ കുളത്തിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് നീന്തൽ പഠിക്കാൻ കഴിയുമോ? കഴിയത്തില്ല. നമ്മൾ നേരെ താഴേക്ക് പോകും. ശരിയല്ലേ? കുളത്തിൽ ചാടി നേരെ താഴേക്ക് പോകും. അപ്പോൾ നമുക്ക് അത് ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷനാണ്. നീന്തൽ
പഠിക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഇംഗ്ലീഷ് ചാനൽ നീന്തി കടക്കണം, എന്ത് ചെയ്യും? അപ്പോൾ അത് നീന്തി കടന്ന ഒരാൾ അതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെ, ഇന്ന പ്രതിബന്ധങ്ങളെ നിനക്ക് ഫേസ് ചെയ്യേണ്ടി വരും, ഇന്ന പ്രശ്നങ്ങളെ നിനക്ക് ഫേസ് ചെയ്യേണ്ടി വരും, ഇത്ര ദൂരം കഴിയുമ്പോൾ അവിടെ നല്ല രീതിയിലുള്ള ആഴമുണ്ടാകും, ഇത്ര ദൂരം കഴിയുമ്പോൾ ക്രൂരമായിട്ടുള്ള സ്രാവുകളോ തിമിംഗലങ്ങളോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഇന്ന ഭാഗം എത്തുമ്പോൾ കാലാവസ്ഥ നിനക്ക് പ്രതികൂലമായിരിക്കും. ഇതൊക്കെ വലിയൊരു പ്രിക്വേഷനാണ്. നമ്മളൊരു റിസ്ക് എടുക്കുന്ന സമയത്ത് ഈ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ വാക്കുകൾ നമ്മളെ സഹായിക്കും. അത് തീർച്ചയായിട്ടും നമുക്ക് വേണം. ആ ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ നമുക്ക് വേണം. എന്ന് കരുതി നമുക്ക് ഇംഗ്ലീഷ് ചാനൽ നീന്തി കടക്കാൻ കഴിയുമോ? ഇല്ല. സെൽഫ് മോട്ടിവേഷനിലൂടെ നമ്മളത് പഠിക്കാൻ ശ്രമിക്കണം. അതിനിപ്പോൾ നമ്മുടെ ഒരു ഹാബിറ്റ് മാറ്റിയെടുക്കാനാണെങ്കിലും ഇത് തന്നെയാണ്. നമ്മളായിട്ട് ശ്രമിക്കണം. അക്സെപ്റ്റൻസിയിലൂടെ റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കുന്നതിലൂടെ, റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാവണം. അല്ലേ? വെറുതെ നമ്മൾ തള്ളിക്കൊണ്ട് പോയി മരത്തിന് മൂട്ടിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ മരം കയറാൻ പറ്റില്ല. നമ്മളത് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുട്ടിക്കാലം മുതൽ ഒരു കുഞ്ഞായി ജനിച്ചു, നീന്തി കളിച്ചു, ഇരിക്കാൻ ശ്രമിച്ചു, എഴുന്നേൽക്കാൻ ശ്രമിച്ചു, മൂടിടിച്ച് വീണു, പല പ്രാവശ്യം ഫെയിലായി, ഓടാൻ ശ്രമിച്ചു, മറിഞ്ഞു വീണു. അവിടെയൊക്കെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ ശക്തിയെ അങ്ങോട്ട് വിശ്വസിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ നേടിയിട്ടുള്ള പല വിജയങ്ങളും അന്ന് ആ കുട്ടിക്കാലത്ത് ആ കുഞ്ഞ് ചെറുപ്പം മുതൽ നമ്മൾ നേടിയെടുത്ത എഴുന്നേറ്റ് നിൽക്കാൻ നമ്മളെ പ്രാപ്തിയാക്കിയ, അല്ലെങ്കിൽ നമ്മളെ ഓടാൻ പ്രാപ്തിയാക്കിയ രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും, നമ്മൾ ആർജിച്ചിട്ടുള്ള പല കാര്യങ്ങളും, നമ്മളിപ്പോൾ സൈക്കിൾ പഠിച്ചു, എത്രയോ പ്രാവശ്യം വീണിട്ടാണ് നമ്മൾ ആ സൈക്കിൾ പഠിച്ചത്. സെൽഫ് മോട്ടിവേഷനിലൂടെ എനിക്കത് നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് ആ സൈക്കിൾ പഠിക്കുവാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഒരു ബൈക്ക് പഠിക്കുവാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഒരു ലൈസൻസ് എടുക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഒരു ജോബ് നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഒരു എക്സാം നമുക്ക് പാസ്സാവാൻ കഴിഞ്ഞത്. അല്ലേ? ഇതേ ആവേശം നമ്മളിലുണ്ടാവുക, നമ്മുടെ ഒരു ഹാബിറ്റ് മാറ്റിയെടുക്കാൻ, എൻ്റെ അമിതമായ ദേഷ്യം നിയന്ത്രിക്കാൻ, എൻ്റെ നിരാശകളെ മാറ്റുവാൻ, അല്ലെങ്കിൽ എൻ്റെ ജലസ് ഇല്ലാതാക്കി മാറ്റുവാൻ, നമ്മൾ ആ രീതിയിലേക്ക് ഒരു പരിവർത്തനം നമ്മളിൽ ഉണ്ടാക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അവിടെ സെൽഫ് മോട്ടിവേഷൻ നമുക്കുണ്ടാകണം. വിദഗ്ധരായിട്ടുള്ള ആളുകളെ സമീപിക്കാം. സാറേ, എങ്ങനെയാണ് ഇത് മാറ്റേണ്ടത്? അവർ ഒരുപാട് നല്ല സൊല്യൂഷൻസ് നമുക്ക് നൽകും. മോട്ടിവേഷനിലൂടെയും ട്രെയിനിങ്ങിലൂടെയും മറ്റുമൊക്കെ നല്ല നല്ല നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരും. വർക്ക്ഷോപ്പുകൾ നിങ്ങൾക്ക് നൽകും. ഞാനും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ ആളുകളുണ്ട്. അത് സെൽഫ് മോട്ടിവേഷനിലൂടെയാണ്. എല്ലാ ദിവസവും അത് പ്രോപ്പറായിട്ട് ചെയ്തു പോകുന്ന ആളുകൾക്കത് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എമ്പതി എന്ന് പറയുന്നത്. എന്താണ് എമ്പതി? ഇപ്പൊ നമ്മൾ ഈ 3 കാര്യങ്ങൾ പറഞ്ഞു: സെൽഫ് അവയർനെസ്, സെൽഫ് റെഗുലേഷൻ, സെൽഫ് മോട്ടിവേഷൻ. ഇത് നമ്മളെ കുറിച്ചാണ്. ഇനി നമുക്ക് മറ്റൊരാളെ കുറിച്ചുള്ള ഒരു അവയർനെസ്, അല്ലേ? അതായത് നമ്മുടെ ആശയങ്ങളെ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാതെ, അതുപോലെ നമ്മുടെ പാർട്ട്ണറാകാം, നമ്മുടെ ഫ്രണ്ടാകാം, നമ്മുടെ കൊളീഗ്സ് ആകാം, ആരുമാകാം, അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതെ അവരെ അവരായി കാണുവാനുള്ള നമ്മുടെ മനോഭാവം. അവരെ എങ്ങനെയാണ് അവരായി കാണുന്നത്? അവരുടെ വികാരങ്ങളെ നമുക്ക് മാനിക്കുവാൻ കഴിയുക, അവരുടെ ഇമോഷൻസിനെ, ഫീലിങ്സിനെ, അവരുടെ ആശയങ്ങളെ. ഇനി അവർക്ക് പൊളിറ്റിക്കലായിട്ടുള്ള ആശയങ്ങളുണ്ടാകും, മതപരമായിട്ടുള്ള ആശയങ്ങളുണ്ടാകും, കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ആശയങ്ങളുണ്ടാകും, എന്തുമാകാം. അതൊരിക്കലും നമ്മളോട് യോജിക്കണം എന്നൊരിക്കലും പറയാൻ കഴിയില്ല. അങ്ങനെ ചിലപ്പോൾ അതുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാമിലി എന്ന് പറയേണ്ടി വരുന്നത്. പക്ഷെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ്, അല്ലേ? അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോവുക. ആ വ്യക്തി അങ്ങനെയാണ്, ആ വ്യക്തി അതുപോലെ തന്നെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുക, ഉൾക്കൊള്ളുവാൻ കഴിയുക, അല്ലേ? പിന്നെ നമുക്ക് തിരുത്താൻ കഴിയുന്നത്, കറക്ഷൻസ് കൊടുക്കാൻ കഴിയുന്നത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ കുടുംബത്തിനോ, അല്ലെങ്കിൽ അവർക്ക് തന്നെയോ, അല്ലെങ്കിൽ സൊസൈറ്റിക്കോ ഏതെങ്കിലും ഒരു ഹാംഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ള പശ്ചാത്തലത്തിൽ, അല്ലേ? അങ്ങനെ വേണമെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഇടപെടേണ്ടി വരും, അല്ലേ? അങ്ങനെ ബുദ്ധിയുള്ള ആളുകൾ ആരും അങ്ങനെ ഹാംഫുള്ളായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകില്ലല്ലോ. അപ്പോൾ അവരുടെ ഇമോഷൻസിനെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുക, അവരെ അതിൽ കൂടി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് എമ്പതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് സിമ്പതി മാത്രമാണ്, അല്ലേ? സിമ്പതി വരുമ്പോൾ സെന്റിമെന്റ്സ് ഉണ്ടാകുന്നു. ആ സെന്റിമെന്റ്സിലൂടെ നമുക്ക് വർക്കൗട്ട് ആകേണ്ട ഒരു കാര്യമാണ് എമ്പതി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ AC കാറിൽ ഇങ്ങനെ പോവുകയാണ്.
ആ സമയത്ത് ഔട്ട്സൈഡിൽ ഒരാൾ ഇങ്ങനെ എന്താണ് വെയിലേറ്റ് ക്ഷീണിച്ച് ടയേർഡായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ നോക്കി നമ്മുടെ വൈഫിനോടോ നമ്മുടെ കൂട്ടുകാരനോടോ പാവം മനുഷ്യൻ അല്ലേ, വെയിലേറ്റ് വാടി തളർത്ത് ഇങ്ങനെ ഇരിക്കുന്നത് നോക്കിക്കേ. അപ്പോൾ ദാറ്റ് ഈസ് സെൻറ്റിമെൻറ്റ്സ്. പക്ഷെ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിന് എത്തേണ്ട ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എമ്പതി. അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള വണ്ടിക്കൂലി കൊടുത്ത് അദ്ദേഹത്തിനെ ആ ഡെസ്റ്റിനിയിൽ എത്തിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എമ്പതി. ഇതേ മനോഭാവം മാനസികമായിട്ടുള്ള തലത്തിൽ നമ്മുടെ കുടുംബത്തിനോട്, നമ്മുടെ ഫാമിലിയോട്, നമ്മുടെ കുട്ടികളോട്, പാർട്ട്ണറിനോട്, നമ്മുടെ കൊളീഗ്സിനോട്, ഫ്രണ്ട്സിനോട് ആ എമ്പതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. അവരായിട്ടൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവിടെയാണ് നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു ഭാഗം കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ അതിൽ നമുക്ക് വിജയിക്കുവാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നമ്മൾ വളർത്തിയെടുക്കേണ്ട അടുത്ത സ്റ്റെപ്പാണ് സോഷ്യൽ സ്കിൽ. എന്താണ് സോഷ്യൽ സ്കിൽ? ലോകത്തിൽ ഇപ്പോൾ ഒരു കണക്കെടുപ്പ് നടത്തിയ അനുസരിച്ച് റിസർച്ചിങ്ങിന്റെ ഭാഗമായിട്ട് പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഈ സ്ട്രെസ്, ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ആരിൽ ഇത് കൂടുതലുണ്ടാകുന്നു, ആരിൽ ഇത് ഒട്ടും ഇല്ലാതെ കാണപ്പെടുന്നു എന്നൊരു പരിശോധന നടത്തിയപ്പോൾ, ഒരു റിസർച്ചിങ് നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളിൽ ഹാപ്പിനെസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്ന വ്യക്തികളിൽ ഹാപ്പിനെസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. നമുക്കിത് ഇല്ലാതെ പോകുന്നതും ഈ സോഷ്യൽ ലൈഫാണ്, അല്ലെങ്കിൽ സോഷ്യൽ സ്കില്ലാണ്. മറ്റുള്ളവരോടൊപ്പം ജീവിക്കുവാൻ അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വരിക. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമുക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാവരോടും തുറന്നു പറയുവാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. കാരണം ഒരു കൂട്ടുകുടുംബ ജീവിതം നമുക്കുണ്ടായിരുന്നു. ഒരു വീട്ടിൽ തന്നെ 8-10 ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ അവരുടെയും പ്രശ്നങ്ങളായിരുന്നു. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് ചുറ്റും ആളുകളുണ്ടായിരുന്നു. പക്ഷെ അത് അണുകുടുംബത്തിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് അല്ലേ. അച്ഛന് ഒരു റൂം, അമ്മയ്ക്കൊരു റൂം, മക്കൾ 2 പേരുണ്ടെങ്കിൽ അവർക്ക് 2 റൂം. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ലോകത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ പല കുഴികളിൽ അവരുടെ പ്രശ്നങ്ങൾ എപ്പോഴും ഷെയർ ചെയ്യുന്നത് ഫേസ്ബുക്കിലുള്ള ചിലപ്പോൾ ഫേക്കായിട്ടുള്ള ഫ്രണ്ട്സിനോടായിരിക്കാം ഷെയർ ചെയ്യുന്നത്. അങ്ങനെ അബദ്ധത്തിൽ പോയി ചാടുന്ന കുട്ടികളെ നമുക്ക് കാണുവാൻ കഴിയും അല്ലേ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു ഇന്നർ ബോണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ മുതിർന്നവർ തന്നെയാണെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും ഫോണുകളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം സംസാരിക്കാനുള്ളൊരു ഒരു സ്പേസ് കണ്ടെത്തുക. അവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക. അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞത് പരിഹരിക്കാൻ ശ്രമിക്കുക അല്ലേ. അങ്ങനെ ഒരു സോഷ്യൽ സ്കിൽ അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ തുടങ്ങുക. അത് സൊസൈറ്റിയിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കുവാൻ കഴിയും. അതിനുള്ള ഒരുപാട് സംഘടനകളും മറ്റുമൊക്കെ നമുക്ക് ചുറ്റും ഇന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് അംഗങ്ങളാകാൻ കഴിയുന്നത് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു ഗുണം കൂടിയുണ്ട്. ഇമോഷണൽ ഇൻ്റലിജൻസിലേക്ക് വരുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് മെൻ്റൽ പവർ എന്നുള്ളതാണ്. അസാമാന്യമായിട്ടുള്ള മെൻ്റൽ പവർ നമ്മൾ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്രയും കാര്യങ്ങളൊക്കെ കുറച്ച് ഈസി ആയിരിക്കും. ഈ മെൻ്റൽ പവർ എങ്ങനെ വളർത്തിയെടുക്കുക പറയാൻ എളുപ്പമായിരിക്കും, പക്ഷെ എങ്ങനെ അത് സാധ്യമാകും എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷേ നമുക്കതിനകത്ത് ആദ്യം ചെയ്യാനുള്ളൊരു ഘടകം എന്ന് പറയുന്നത്, ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിൽ കൂടി ഒരു ദിവസം 60,000-ലധികം ചിന്തകൾ പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പാസ് ചെയ്യുന്ന 60,000 ചിന്തകളിൽ 92% കാര്യങ്ങൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 92% കാര്യങ്ങൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. ആ 92% കാര്യങ്ങളുടെ പിറകിലാണ് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ ഭാരപ്പെട്ട്, പ്രയാസപ്പെട്ട്, കരഞ്ഞ്, ദുഃഖിച്ച്, നിരാശപ്പെട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ചിന്തകളുടെ മുകളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങളുടെ മുകളിലായിരിക്കില്ല, നമുക്ക് വേണ്ട കാര്യങ്ങളുടെ മുകളിലായിരിക്കില്ല. പാസ്റ്റിൽ എപ്പോഴോ സംഭവിച്ച ഒരു കാര്യത്തെ ഇങ്ങോട്ട് ഓർത്തെടുത്ത് വികാരം കൊണ്ട് വേണമെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ഡിസ്കസ് ചെയ്ത് അത് പിന്നെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോയി ടെൻഷൻ അടിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, പാസ്റ്റിൽ എപ്പോഴെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അതിൻ്റെ ആ ഒരു വൂണ്ടെന്നുള്ള രീതിയിൽ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ടാകാം. എങ്ങനെയോ ഏതൊക്കെയോ രീതിയിൽ ചിലപ്പോൾ ഈ കൊറോണ ടൈമിൽ തന്നെ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. ഇനി പുതിയൊരു ജോബ് കിട്ടുമ്പോൾ ഇനി അതുപോലെ ഈ ജോലി നഷ്ടപ്പെട്ടു പോകുമോ, ഇനി ഈ ജോലി എന്ന് വെച്ചാൽ ഫ്യൂച്ചറിലേക്കാണ് പിന്നെ ചിന്ത വരുന്നത്.
അന്ന് നഷ്ടപ്പെട്ടതുപോലെ ഇനി നാളെ അത് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? വെറുതെ നമ്മൾ ടെൻഷൻ അടിക്കുകയാണ്. അല്ലെങ്കിൽ രോഗം വരുമോ എന്നുള്ള ഭയം. എവിടെയെങ്കിലും ഒരു രോഗത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ അയ്യോ ആ രോഗം എനിക്ക് വരുമോ എന്നിങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലേ? റിയാലിറ്റിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ കുടുംബത്തിന് എന്തെങ്കിലും പറ്റുമോ എന്നിങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കുടുംബത്തിന് ആരുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ശരിയല്ലേ? സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതൊരിക്കലും നമ്മളെ പീഡിപ്പിക്കുവാൻ വേണ്ടി വന്നിട്ടുള്ളതായിരുന്നില്ല. അതിൽ നിന്ന് പാഠങ്ങൾ എന്തൊക്കെയോ ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളതെന്ന് പാസ്റ്റിൽ എപ്പോഴെങ്കിലും നടന്നിട്ടുള്ള പ്രശ്നങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അല്ലെ? ഒരു കണക്റ്റിംഗ് ഡോട്ട്സ് പോലെ അന്നത് സംഭവിച്ചതുകൊണ്ട് ഇന്ന് എനിക്ക് ഇങ്ങനെ ആകാൻ കഴിഞ്ഞു എന്ന് പറയുന്ന രീതിയിലായിരിക്കാം അന്ന് നടന്ന പ്രോബ്ലംസ് എല്ലാം തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ഈ 92% കാര്യങ്ങളും സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ ബാക്കിയുള്ളത് 8% കാര്യങ്ങളാണ്, അല്ലെ? ഈ 8% കാര്യങ്ങൾ അങ്ങ് സംഭവിക്കുന്നതെങ്കിൽ അങ്ങ് സംഭവിച്ചോട്ടെ എന്നങ്ങ് പ്രതിജ്ഞ എടുക്കുക. അതങ്ങനെ അങ്ങ് സംഭവിച്ചോട്ടെ, അത് ഞാൻ നേരിടാൻ ബാധ്യസ്ഥനാണ്, ബാധ്യസ്ഥയാണ്, അല്ലെ? അത്രയെങ്കിലുമൊക്കെ നേരിടാനുള്ളൊരു ശക്തിയൊക്കെ നമുക്കുണ്ടല്ലോ, അല്ലെ? ഇനിയിപ്പോൾ ഈ 8% കാര്യങ്ങൾ അനുഭവിക്കാൻ നമ്മൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത് പോലും അറിയില്ല. കാരണം ഈ ഭൂമിയിൽ ഒന്നും തന്നെ സ്ഥിരമല്ല. നമ്മുടെ ദുഃഖങ്ങളാകട്ടെ, വേദനകളാകട്ടെ, ഇനി സന്തോഷമാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്താകട്ടെ, അല്ലെങ്കിൽ വീടാകട്ടെ, കൊട്ടാരമാകട്ടെ, എന്തുമാകട്ടെ, ഒരിക്കലും ഒന്നും സ്ഥിരമല്ല. നമ്മൾ പോലും സ്ഥിരമല്ല. ഇവിടെ നിന്ന് മാറ്റപ്പെടേണ്ട ആളുകളാണ്. എത്രയോ സാമ്രാജ്യത്വ ശക്തികൾ ഇവിടെ ഭരിച്ചിട്ട് പോയി. ഒന്നും ഇപ്പോൾ അതിൻ്റെ കല്ല് പോലും ശേഷിച്ചിട്ടില്ല, അല്ലേ? ഞാനെന്ന ഭാവത്തോടെ അഹങ്കരിച്ച് ജീവിച്ച എത്രയോ വ്യക്തികളുണ്ടായിരുന്നു. അവരും ഇവിടെ നിന്ന് പോവുകയുണ്ടായി. അപ്പോൾ ഒന്നും ഇവിടെ സ്ഥിരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അക്ബർ ചക്രവർത്തി ബീർബലിനോട് ഒരിക്കൽ ചോദിച്ചു, ഏതൊരു മനുഷ്യനെ ഇൻസ്പയർ ആക്കുന്ന ഒരു വാചകം നിങ്ങൾക്ക് ഈ ചുവരിൽ എഴുതാമോ എന്ന് ചോദിച്ചു. ആർക്കെങ്കിലും അറിയോ എന്താണ് അദ്ദേഹം എഴുതിയത് എന്നുള്ളത്? ഒന്ന് കമൻറ്റ് ചെയ്തേ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. അത് വേറൊന്നുമല്ല, ഈ സമയവും കടന്നു പോകും. എനിക്കത് മിറർ ഒബ്ജക്റ്റിലാണ് ഇത് കാണുന്നതെന്ന് തോന്നുന്നു, മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഈ സമയവും കടന്നു പോകും, അല്ലെ? ബീർബൽ എഴുതിയ വാചകം ഇത് തന്നെയാണ്. ഇപ്പോൾ വളരെ അഹങ്കാരിയായിട്ടുള്ള ഒരു വ്യക്തി ഇതിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് ഞാൻ എല്ലാം നേടി, ഈ ലോകം മുഴുവൻ ഞാൻ ജയിച്ചു എന്ന് അഹങ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കുന്നത്? ഈ ചുവരിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് പിന്നെ പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല. എന്താണ്? ഞാനിങ്ങനെ അഹങ്കരിക്കാൻ എന്ത്, ഈ സമയവും കടന്നു പോകും. ഇനിയിപ്പോൾ വളരെയധികം സന്തോഷത്തോടെ എക്സൈറ്റഡ് ആയിട്ട് ഒരു വ്യക്തി ഇങ്ങോട്ട് വന്നിട്ട് ഈ ചുവരിൽ നോക്കുമ്പോൾ അയ്യോ ഇത്രയും വലിയ സന്തോഷിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു, അല്ലേ? ഈ സമയം കടന്നു പോകുന്നതാണ്, അല്ലേ? ന്യൂട്രൽ ലെവലിൽ നിൽക്കുക. ഇനി വളരെ നിരാശപ്പെട്ട് വളരെ ദുഃഖിതനായിട്ട് ഒരു വ്യക്തി ഇതിലേക്കൂടെ കടന്നു പോവുകയാണ്. അയാളും ഈ ചുവര് കാണുകയാണ്. അയാളെ എക്സൈറ്റഡ് ആക്കുന്ന ഒരു വാചകമായിരിക്കും ഇത്. എന്താണ്? ഈ സമയവും കടന്നു പോകും. അയാൾക്ക് എന്തിനകത്തൊരു എനർജി ഫീൽ ചെയ്യും, ശരിയല്ലേ? അപ്പം ഇവിടെ ഒന്നും സ്ഥിരമല്ല എന്നുള്ള വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കുക. ഈ ഓവർ തിങ്കിങ് നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് അസാമാന്യമായിട്ടുള്ള മെൻ്റൽ പവർ കിട്ടുക തന്നെ ചെയ്യും. നമ്മളിപ്പോൾ ദിവസവും ഇപ്പോൾ ഒരു ഫുഡ് പോയിസൺ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം വയറ്റിൽ നിന്നിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളൊരു 7 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമ്മളാകെ ടയേർഡായി പോകും, എനർജി മുഴുവൻ ലോസ് ആയി പോകും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലേ? ഒരു 7 പ്രാവശ്യം ഛർദ്ദിച്ചു കഴിഞ്ഞാൽ നമ്മളാകെ ടയേർഡായി പോകും, നമ്മുടെ ശരീരത്തിലുള്ള ജലാംശം മുഴുവൻ പോകും എന്ന് പറയുന്നത് പോലെ നമുക്ക് ആകപ്പാടെയുള്ള എനർജി, നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് തുലവും തുച്ഛമാണ്. ആ ഒരു എനർജി ഈ 60,000 തോട്ട്സിനകത്ത് ഈ പറന്നു പോകുന്ന പക്ഷിയെ കയറി പിടിക്കുക, അല്ലെങ്കിൽ മുകളിൽ കൂടി പോകുന്ന ഇലക്ട്രിക്കൽ ലൈനിൽ ഏണി വെച്ച് കയറി പിടിക്കുക, അങ്ങനെ പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 8% കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നെങ്കിൽ അങ്ങ് സംഭവിക്കട്ടെ. നമ്മളതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അതിൽ നമുക്ക് എന്താണ്
ഒരു ഉറപ്പുമില്ല. കാരണം നമ്മൾ ഉണ്ടോയെന്ന് പോലും അറിയില്ല അത് അനുഭവിക്കാൻ, അല്ലേ? ആ 8% അനുഭവിക്കാൻ നമ്മൾ ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. കാരണം ഒന്നും ഇവിടെ സ്ഥിരമല്ല, നമ്മളും ഇവിടെ സ്ഥിരമല്ല. അപ്പൊ അതിനുള്ള ഈ ഓവർ തിങ്കിങ് നമ്മൾ ഒഴിവാക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് നേടിയെടുക്കണം, ഏത് മനുഷ്യനും അവനവൻ്റെതായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്. അതിന്മേൽ ഡിസിഷൻസ് എടുക്കുക, അതിന്മേൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും എന്ത് നേടിയെടുക്കുവാൻ കഴിയും? ജീവിതത്തിൽ ഒരു ഫോക്കസ് ഉണ്ടാകും. എല്ലാ ദിവസവും എഴുന്നേൽക്കുവാൻ ഒരു കാരണം നമുക്കുണ്ടാകും, അല്ലേ? അതാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ജനങ്ങൾ ജീവിക്കുന്ന ബ്ലൂ സോൺ എന്നറിയപ്പെടുന്ന ഒക്കിനോവ എന്ന ഗ്രാമം, ജപ്പാനിലെ ഒരു ഗ്രാമമാണ്. എന്തുകൊണ്ട് അവർ ഹാപ്പിയസ്റ്റ് ആയിട്ട് ഇരിക്കുന്നു എന്ന് ഒരു റിസർച്ച് നടത്തിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഉത്തരം എന്ന് പറയുന്നത്, എല്ലാ ദിവസവും അവർക്ക് എഴുന്നേൽക്കാൻ ഒരു മനോഹരമായിട്ടുള്ളൊരു കാരണമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എപ്പോഴും ഹാപ്പിയസ്റ്റ് ആയിട്ടിരിക്കുന്നു, ആയുർദൈർഘ്യമുള്ള വ്യക്തികളായിട്ട് ഇരിക്കുന്നു എന്ന് കണ്ടെത്തുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിലും നമ്മൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു കാരണമുണ്ടാകണം, ഇന്ന് ജീവിക്കുവാനൊരു കാരണം. ഞാൻ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. 1% പ്രോഗ്രസ് നമുക്കതിനകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബെറ്റർ. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ആയിട്ട് നമുക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ, വൈകാരിക ബുദ്ധിയുള്ളവരായി തീരുവാൻ നമ്മൾ ഈ 6 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. സെൽഫ് അവെയർനെസ്, നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നമ്മൾ മനസ്സിലാക്കുക. സെൽഫ് റെഗുലേഷൻ, ആ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കി അതിൽ അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് സെൽഫ് റെഗുലേഷൻ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. സെൽഫ് മോട്ടിവേഷൻ, എന്ത് കാര്യം ചെയ്യണമെങ്കിലും, എന്ത് കാര്യം നേടിയെടുക്കണമെങ്കിലും, എന്ത് പ്രശ്നം പരിഹരിക്കണമെങ്കിലും, ഏത് ഹാബിറ്റിനെ നേടിയെടുക്കാനും ഏത് ഹാബിറ്റിനെ ഇല്ലാതാക്കുവാനും നമുക്ക് ഈ സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാവണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എമ്പതി. നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ തന്നെ, നമുക്ക് നമ്മളെ അംഗീകരിക്കാൻ കഴിയുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ ആശയങ്ങളെ, മറ്റുള്ളവരുടെ ഇമോഷൻസിനെ നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുക, അവരെ ബഹുമാനിക്കുവാൻ കഴിയുക, അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനം കൊടുക്കുവാൻ കഴിയുക. അടുത്തതായിട്ട് സോഷ്യൽ സ്കില്ലിലേക്ക് വരുമ്പോൾ നല്ല ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. നല്ല ബന്ധങ്ങളുള്ള മനുഷ്യർ ഏറ്റവും സന്തോഷമുള്ള വ്യക്തികളായിട്ട് കാണപ്പെടുന്നു. അടുത്തതായിട്ട് അസാമാന്യമായിട്ടുള്ള മെന്റൽ പവർ ഉണ്ടാക്കിയെടുക്കുക. ഓവർ തിങ്കിങ് ഒക്കെ കൊണ്ട് മാറ്റി എല്ലാ കാര്യങ്ങളിലും നമ്മൾ കയറി പിടിക്കാതെ പാസ്റ്റിലേക്ക് പോയി അതിൽ ഇങ്ങനെ ചെകഞ്ഞ് ഒരിക്കലും നമുക്ക് പാസ്റ്റിനെ മാറ്റിയെടുക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞ കാര്യമാണ്. അതിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ കൊണ്ട് നമുക്ക് മുന്നോട്ട് ഇങ്ങനെ ജീവിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നാളെക്കുറിച്ച് ചിന്തിച്ചാൽ നാളെ ഇനി ഉണ്ടാകുമോ, നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നവും ഏത് വേദനകളും അത് സ്ഥിരമല്ല, അത് നമ്മളിൽ നിന്ന് മാറുക തന്നെ ചെയ്യും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ പർപ്പസ് എന്താണെന്ന് കണ്ടെത്തി അതിൽ 1% പ്രോഗ്രസ് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ യു ആർ ഗ്രേറ്റ് ഇൻ യുവർ ലൈഫ്. അതിനെല്ലാവർക്കും കഴിയട്ടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകളായി, വൈകാരികമായിട്ട് ബുദ്ധിയുള്ളവരാകുവാൻ, ആ ബുദ്ധിപ്രഭാവം പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന ആളുകളായി മാറട്ടെ എല്ലാവരും. അങ്ങനെയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.